വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദര യുവതിവാക്കളെ, കുട്ടികളെ, ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ വെള്ളവും തിരുരക്തത്താൽ നമ്മളെ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് കരുണ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് പൗസ്റ്റീനയോട് ഈശോ ആവശ്യപ്പെടുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈശോയുടെ കരുണയെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഈശോയുടെ തിരുരക്തക്കടലിൽ നിന്നാണ് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കപ്പെടേണ്ടതെന്ന് സുവിശേഷകന്മാർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 28 തൊട്ടുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക, അല്ലേ? അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. ഒരു TTR വീണ് മരിച്ചു, അടുത്ത ദിവസം അടുത്ത TTRനും ഹല്ലേലൂയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തല്ലുന്നു, അല്ലെങ്കിൽ TTRമാർ തല്ലുന്നു എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും അസ്വസ്ഥതകൾ പെരുകിക്കൊണ്ടിരിക്കുക, അല്ലേ? കുടുംബത്തിൽ നോക്കിയ രോഗങ്ങൾ പെരുകുന്നു. വിശ്വാസമില്ലാത്ത മക്കൾ, വിശുദ്ധിയില്ലാതെ ജീവിക്കുന്ന മക്കൾ, കാര്യം പള്ളിയിൽ പോകുന്നില്ല, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല, കുമ്പസാരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് തകർച്ചകൾ നേരിടുന്നു. അല്ലെങ്കിൽ മക്കളില്ലാത്ത കുടുംബങ്ങൾ, അല്ലെങ്കിൽ പെൺമക്കൾ മാത്രമുള്ള കുടുംബങ്ങൾ, ആൺമക്കളില്ല. 2 കുടുംബം, ആൺമക്കളും പെൺമക്കളുമാണ് കുടുംബത്തെ വർദ്ധിപ്പിക്കുന്നത്. ആൺമക്കൾ തലമുറ നിലനിർത്തുന്നു, പെൺമക്കൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പിള്ളേർക്ക് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, പെൺമക്കളാണ് കുടുംബത്തിൽ മക്കളെ ജനിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനിപ്പിക്കുന്നത് ആരാ? ആൺപിള്ളേരാ? രണ്ടും വേണം. കാരണം കുടുംബങ്ങൾ, സഭ വർദ്ധിക്കണമെങ്കിൽ, വളരണമെങ്കിൽ എന്ത് വേണം? ആണും പെണ്ണും വേണം. പെണ്ണുങ്ങളിലൂടെയാണ് വളരുന്നത്. അതാണല്ലോ നമുക്ക് 2ആയിട്ട് മാറി 1ആയിട്ട് മാറി സഭയിൽ നിന്ന് ശുഷ്കിച്ച്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വിചാരിച്ച അവർക്കൊരു കൊച്ചുള്ളൂ എന്ന് വിചാരിച്ച, ഒരു തീരെ കൊച്ചു കുട്ടീനെയും കൊണ്ട് വന്നിരിക്കുക. ഞാൻ വിചാരിച്ചു ആദ്യത്തെ അപ്പോൾ പെങ്ങൾക്ക് ഒരു കൊച്ചുള്ളൂ. അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ അവർ പറയാണ്, ഇത് 7ാമത്തെ കുട്ടി അങ്ങോട്ട് അച്ഛ. 6 കുട്ടിയുണ്ടായി. അവർ പ്രാർത്ഥിച്ചു, 7ാമത്തെ കുട്ടി. അവൾ നേഴ്സാണ്, ഭർത്താവ് എന്തൊരു എൻജിനീയറാണ്. നേഴ്സിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയും താങ്ങാൻ പറ്റുമോ? ഞാൻ അത്ഭുതപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവരോട് ചോദിച്ചു, അതിൽ 3 ആൺപിള്ളേർ, ബാക്കി പെൺപിള്ളേർ. അവർ പറഞ്ഞിങ്ങനെയാണ്, ഞങ്ങളുടെ കുട്ടികളെ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ വിടാൻ ആഗ്രഹിക്കുന്നു, സന്യാസികളാകാനോ വൈദികരാകാനോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് 3 ആൺപിള്ളേരുണ്ട്, അവർ 3 ആളും വൈദികരാകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഹല്ലേലൂയ, ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അവർ പറയുന്നത് അങ്ങനെ, വൈദികരുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് സഭ വളരുന്നത് ആൺകുട്ടികളുടെയും പെൺകുട്ടികൾ. അതുകൊണ്ടാണല്ലോ നമ്മുടെ പെൺകുട്ടികളുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബിയർ പാർലർ ജ്യൂസ് പാർലറുകൾ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ തടസ്സങ്ങളും ഈ രോഗങ്ങളും ഈ കടബാധ്യതയും എല്ലാത്തിൻ്റെ കാരണം ആരാ? കാരണം ആരാണെന്ന് വെച്ചാൽ എന്താ നമ്മൾ പറയാറ്? വീട്ടിലൊരു അപകടം വന്നു, അല്ലെങ്കിൽ എന്താ പറയണേ? അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്നല്ലേ പറയണേ, അല്ലേ? 1643-ാമത്തെ ഖണ്ഡികയിൽ ഈശോ പറയുന്നൊരു കാര്യം പൗസ്റ്റീനയോട് പറയാണ്, നിങ്ങളുടെ വീട്ടിലുള്ള തടസ്സങ്ങൾക്ക് കാരണം ഞാനല്ല, നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഞാനല്ല. ആ ഖണ്ഡികയിൽ പറഞ്ഞു വെച്ചിരിക്കുക, നിങ്ങൾ എന്നോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ സിംഹാസനത്തിൽ നിന്നും കൃപ നിങ്ങളിലേക്ക് ഒഴുകുമ്പോൾ, അഭിഷേകം നിങ്ങളിലേക്ക് ഒഴുകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ തടസ്സങ്ങളും വിട്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് തടസ്സങ്ങളെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണ്. തടസ്സങ്ങൾ തരുന്നത് ഈ ലോകത്തിൻ്റെ ദുഷ്ടാത്മാക്കളാണെന്ന് പൗസ്റ്റീനോട് പറയാം. അതിൽ ഇപ്രകാരം പൗസ്റ്റീനയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം. ആ ഡയറി, പൗസ്റ്റീനയുടെ ഡയറി തന്നെ അവളോട് ഈശോ പ്രസംഗിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1400 പേജിൻ്റെ മുകളിലുള്ള ഒരു ഡയറി. അതുപോലെ തന്നെ സന്യാസികളോട് മാത്രം
പ്രസംഗിക്കുന്ന മറ്റൊരു ഡയറി കൂടിയുണ്ട്. ഹല്ലേലൂയ. അതിൽ ഇപ്രകാരം പറയാണ്, ഈ പൗസ്റ്റീനോട് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ? പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു കാര്യമാണ്. പിശാച് നല്ല തന്ത്രപൂർവ്വം അവളെ സമീപിച്ചിട്ട് പറഞ്ഞത് പ്രകാരമാണ്, നീ നിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ നിന്നോടൊരു കാര്യം ഉപദേശിക്കാം. പിശാച് എങ്ങനെയായിരിക്കും പറഞ്ഞത്? നല്ല മോടിയായിട്ട് പിടിപ്പിച്ചായിരിക്കും നമ്മൾ. നീ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ, നീ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് നിനക്ക് വേണ്ടിയാണ്. നിങ്ങൾ പാപികൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. അല്ലല്ലേ? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? നമുക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഈശോ അപ്പോൾ ഇവൾക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറയുന്നു കേൾക്കരുത്. എന്നിട്ട് ഇവൾ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഇവള് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പറയണത്, നിൻ്റെ മേൽ എനിക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ഞാൻ മാറിപ്പോകുന്നു. നിൻ്റെ മേൽ എനിക്ക് അധികാരമില്ലാത്തതുകൊണ്ട് ഞാൻ മാറിപ്പോകുന്നു. സ്നേഹമുള്ളവരെ, പാപികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ യേശുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പ്രാർത്ഥന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഈ പൗസിനെ തിരിച്ചു മാറ്റാൻ പറ്റില്ലെന്ന് കണ്ടപ്പോൾ അവളോട് ഈ പിശാച് പറയുന്ന, നിൻ്റെ മേൽ എനിക്ക് അധികാരമില്ല. എനിക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണത്, എനിക്ക് തോന്നുന്നു 1:10-11 ഇതിലാണ്. അതായത് നരകത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും സ്വർഗത്തിൻ്റെ മേലുള്ള അധികാരം ആർക്കാ? കർത്താവിന്. അല്ലേ? മരണത്തിൻ്റെ മേലും സ്വർഗത്തിൻ്റെ മേലുള്ള താക്കോല് നിനക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കും. അല്ലേ? അതുകൊണ്ട് ഈ സ്വർഗത്തിൻ്റെ മേലും നരകത്തിൻ്റെ മേലുള്ള അധികാരം യേശുവിൻ്റെ മരണത്തോടു കൂടി അത് സാത്താൻ്റെ കയ്യിൽ നിന്നും യേശു സ്വന്തമാക്കി കഴിഞ്ഞു. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 19-28 വാക്യം ഒന്ന് വായിക്കാം. അതിൽ 34-35 തിരുവചനത്തിൽ പ്രകാരം പറയാം. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. അവന്റെ തിരുവിലാവിൽ നിന്നും ഒഴുകിയത് എന്താണെന്ന് വെച്ചാൽ തിരുരക്തവും തിരുജലവും. അതാണ് കരുണയുടെ സ്രോതസ് എന്ന് പറയുന്നത്. ഇപ്രകാരം പറയാം, 1643 കണ്ണികയിൽ എൻ്റെ മകളെ ശ്രദ്ധിക്കുക. എൻ്റെ തിരുവിഷ്ടപ്രകാരം നടപ്പാകുന്ന പ്രവൃത്തികളെല്ലാം വലിയ സഹനങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകും. സഹനമില്ലാത്ത ഒരു ജീവിതമില്ല. വീണ്ടും പറയാണ്, പക്ഷേ ഇപ്രകാരമുള്ള സഹനങ്ങളിലേക്ക് ഏതെങ്കിലും എൻ്റെ രക്ഷാകരമായ സഹനങ്ങളെക്കാളും വലുതോ എന്ന് ചിന്തിക്കുക. പ്രതികൂലങ്ങളെക്കുറിച്ച് ആവശ്യത്തിലധികം നീ ആകുലപ്പെടേണ്ട. ലോകം വിചാരിക്കുന്ന അത്ര ശക്തിയുള്ളതല്ല. ഇപ്പം നമ്മൾ ലേഖനത്തിൽ വായിച്ചിട്ടെന്താ? ലോകം വലിയ ശക്തിയല്ല, മറിച്ച് ദൈവമാണ് ശക്തി. നമ്മളെന്താ പറയണത്? ലോകത്തിലുള്ള ശക്തികളാണ് വലുതെന്ന്. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ തിരുവചനം പറയുന്ന പ്രകാരമാണ്, നിന്റെ ഉള്ളിലുള്ളവനാണ് ലോകത്തിലുള്ള എല്ലാ ശക്തികളെക്കാളും വലുത്. അതുകൊണ്ട് പറയാം, ലോകത്തിലുള്ള ശക്തികൾ വലുതല്ല. അതിൻ്റെ ശക്തിക്കും വ്യക്തമായ പരിമിതികളുണ്ട്. എൻ്റെ മകളെ മനസ്സിലാക്കുക. നിൻ്റെ ആത്മാവ് എൻ്റെ പരിശുദ്ധമായ സ്നേഹാഗ്നിയിൽ നിറഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ മാഞ്ഞു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് പൗസിനോട് പറയണത്, നീ എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എൻ്റെ മകളെ മനസ്സിലാക്കുക. എൻ്റെ മകളെ, നിൻ്റെ ആത്മാവ് എൻ്റെ പരിശുദ്ധമായ സ്നേഹാഗ്നിയിൽ നിറഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ മാഞ്ഞു പോകും. അവയ്ക്ക് നിൻ്റെ ആത്മാവിനെ സ്പർശിക്കാൻ ധൈര്യമുണ്ടാകുകയുമില്ല. ലോകം മുഴുവനേക്കാളും വലിയ ശക്തിയുള്ളതാണ് ഈ ആത്മാക്കളെന്ന് മനസ്സിലാകുന്ന ശത്രു അവരുമായി ഏറ്റുമുട്ടാൻ ധൈര്യപ്പെടില്ല.
അല്ലെങ്കിൽ നമ്മളൊന്ന് വെറുതെ ഇരിക്കുകയാണ്, നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? വീട്ടിൽ എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്, എന്തായിരിക്കും ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത സംസാരിക്കും, അല്ലെങ്കിൽ എന്തായാലും മൊബൈൽ എടുക്കും. ഇപ്പോഴത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഭാര്യ ഒരു മൊബൈൽ എടുക്കും, ഭർത്താവ് ഒരു മക്കളെല്ലാവരും മൊബൈൽ എടുക്കും, മൊബൈൽ തട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു ആസ്പത്രിയിൽ അവിടെ വന്ന ഒരു ആസ്പത്രി, അവർ രാവിലെ തുടങ്ങിയാൽ ഭാര്യയും ഭർത്താവും 2 കസേരയിലിരുന്ന് ഇതിങ്ങനെ തട്ടിക്കൊണ്ട് അങ്ങനെ തട്ടി കുടുംബം ഒന്ന് തട്ടിക്കൊണ്ടിരിക്കുക, പിശാച് എന്ന് തട്ടിക്കൊണ്ടിരിക്കുക. 9-10 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുന്ന പിള്ളേരെ 4-5 പിള്ളേരോടെ കൊണ്ടുവന്നിട്ടുണ്ട്. 4-5 പിള്ളേരെ കുടുംബാംഗങ്ങൾ പറഞ്ഞത് കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ. ഹല്ലേലൂയ. നാശങ്ങൾ കടന്നു വന്നപ്പോഴാണ് ആദ്യം നമ്മൾ പിള്ളേർക്ക് ഈ മൊബൈലെല്ലാം മേടിച്ചു കൊടുക്കും, നല്ലതാണല്ലോ എന്ന് ചോദിച്ചു. പിന്നെ എന്തുണ്ട്, കുടുംബങ്ങളിൽ ഈ പിള്ളേർ ശല്യങ്ങളായിട്ട് മാറും. അതുകൊണ്ട് പറയാ, എൻ്റെ സിംഹാസനത്തിൽ നിന്നും സ്നേഹാഗ്നി നിൻ്റെ ഹൃദയത്തിലേക്ക്, നിൻ്റെ ആത്മാവിലേക്ക് ഒഴുകിക്കഴിയുമ്പോൾ നിന്നെ ഒരിക്കലും ഒരു ശക്തിക്കും പിടിച്ചു നിർത്താൻ. അപ്പം എന്താ, പ്രാർത്ഥന കുറവായിരുന്നു നമ്മുടെ. 1647 പറയാണ്, എൻ്റെ കുർബാന സ്വീകരിക്കാത്ത അനേകരുണ്ട്. കുർബാനയെ സ്വീകരിച്ചാൽ എന്നോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കാത്തവരുണ്ട്. ഹല്ലേലൂയ. കുമ്പസാരത്തെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നത്, കുമ്പസാരത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? 1602 ഖണ്ഡികയിൽ ഇപ്രകാരം പറയാണ്, ഓരോ പ്രാവശ്യം നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തം നമ്മുടെ മേൽ ഒഴുകുകയാ ചെയ്യുന്നു. ഹല്ലേലൂയ. എപ്രകാരം പറയാണ്, ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, മകളെ, നീ കുമ്പസാരിക്കുവാനായി എൻ്റെ കരുണയുടെ നീരുറവയെ സമീപിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും നിൻ്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ വിശുദ്ധീകരിക്കുന്നു. നമ്മൾ കുമ്പസാരിക്കാൻ എവിടേക്കാണ് ചെല്ലുന്നത്? മരക്കൂട്ടിലേക്കാണ് ചെല്ലുന്നത്, അല്ലേ? മരക്കൂട്ടിലിരിക്കുന്നു നമ്മളെപ്പോലുള്ള ഒരു അച്ഛൻ അവിടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. വ്യത്യസ്തരായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ പൗസ്തീനോട് പറയാണ്, നീ എന്താ ചെയ്യുന്നത്? നീ കുമ്പസാരിക്കുവാനായി എൻ്റെ കരുണയുടെ നീരുറയെ സമീപിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തവും ജലവും നിൻ്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ കുമ്പസാരക്കുട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് പറയുന്നത്? തിരുരക്തവും തിരുജലവുമാണ്. അല്ലെങ്കിൽ ഭൂലോകത്തിൻ്റെ വിജയ രാജ്ഞി എന്ന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ഓരോ കുമ്പസാരിക്കുമ്പോഴും വൈദികൻ ആശീർവദിക്കുന്ന സമയത്ത് എൻ്റെ കാൽവരി മലയിൽ ഞാൻ ചിന്തിയ തിരുരക്തവും തിരുശരീരവും തിരുജലവും നിൻ്റെ മേൽ ഞാൻ ഒഴുക്കി നിന്നെ വിശുദ്ധീകരിക്കാം. അതുകൊണ്ടാണല്ലോ കുമ്പസാരത്തിൽ നമുക്ക് എന്താ കിട്ടുന്നത്? വരപ്രസാദം. അത് വീണ്ടും പറയാണ്, ഓരോ പ്രാവശ്യവും നീ കുമ്പസാരിക്കുവാനായി അണയുമ്പോൾ ഏറ്റവും വലിയ സന്നദ്ധത്തോടെ നിന്നെ തന്നെ എൻ്റെ കരുണയിൽ ആഴ്ത്തുക. വീണ്ടും പറയാണ്, അങ്ങനെ എൻ്റെ കൃപാസമൃദ്ധി നിൻ്റെ ആത്മാവിൽ ഞാൻ വർഷിക്കട്ടെ. അപ്പോൾ ഓരോ പ്രാവശ്യവും യോഗ്യതയോടെ നമ്മൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ കൃപയുടെ സമൃദ്ധി ആർക്ക് ലഭിക്കുകയാണ്? നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഇപ്രകാരമാണ്, ഞാൻ ആഴ്ചയിൽ 1 ഞാൻ കുമ്പസാരിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? എനിക്ക് വരപ്രസാദം വേണം, കൃപയുടെ സമൃദ്ധിയിലേക്ക് ഞാൻ വളരണം. നമ്മുടെ പിള്ളേർ 2 വർഷവും 3 വർഷവും കുമ്പസാരിക്കുന്നത് എന്തുകൊണ്ടാ? കൃപ വേണ്ട, അഭിഷേകം വേണ്ട. ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ കാണാൻ വരുന്നൊരു ചിലർ കുമ്പസാരിക്കാതെ ഇവിടെ വരാറുണ്ട്. നമ്മളെ കുമ്പസാരിപ്പിച്ചിട്ടാ കാണിക്കുള്ളൂ. ഹല്ലേലൂയ. കാരണം എന്താ? കൃപ ഒഴുകണമെങ്കിൽ, സന്ദേശം ഒഴുകണമെങ്കിൽ കൃപയിൽ നിൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കുക, നിനക്ക് വേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്ന ഞാൻ തന്നെയാണ്. അപ്പോൾ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്ന ഞാൻ തന്നെയാണെന്ന് ഈശോ പറയാം. എന്നിട്ട് പറയാണ്, പുരോഹിതനിൽ ഞാൻ മറഞ്ഞിരിക്കുന്നുവെങ്കിലും നിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഞാനൊരു ദുഃഖവെള്ളിയാഴ്ച ഇവിടെ പാലന ആസ്പത്രിയിൽ ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ആ കൊച്ചിൻ്റെ രോഗം എന്താണെന്ന് വെച്ചാൽ എന്തോ താടിക്കെന്തോ നീര് അങ്ങനെയുള്ള മേഖലയാണ്. അപ്പോൾ പെസഹ ബുധനാഴ്ച കണ്ട് കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തത്. ദുഃഖവെള്ളിയാഴ്ച രോഗം മാറുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബം കാണുന്നത് പ്രകാരമാണ്. ഞാൻ നിൽക്കുന്നതല്ല കാണുന്നത്. ഈശോ വന്ന് ആ കൊച്ചിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ഒലോക്കോടുള്ളൊരു
പെൺകുട്ടിയാ. അല്ലേലിയാം, ഹല്ലേലൂയ. അല്ലേലിയാം. ഹല്ലേലൂയ. അതിനു മുമ്പ് വേറൊരു കുടുംബം അതേ ദിവസം തന്നെ ആ ദുഃഖവെള്ളിയാഴ്ച എന്തായിരിക്കും? നമ്മുടെ ശക്തിയുടെ ഉറവിടത്തിൽ നമ്മൾ പാനം ചെയ്യുക. കാരണം അത് നമുക്ക് വേണ്ടി ഈശോ കാൽവരി മലയിൽ 3 ആണികൾ പിടഞ്ഞ് മരിച്ച ദിവസമാണ്. അതുകൊണ്ടാണല്ലോ അന്ന് വിശുദ്ധ കുർബാന ഇല്ലാത്തത്. അല്ലേലിയാം. ഹല്ലേലൂയ. അവിടെ ചെന്ന സമയത്ത് പ്രകാരമാണ്, ആ ചേച്ചിക്ക് വയറിൽ എന്തോ അസുഖമാണ്, അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റില്ല. ഓരോ അകത്തെ തറയിൽ നിന്ന ചേച്ചി. അപ്പോൾ അവിടുത്തെ ജോയിൻറ്റ് ഡയറക്ടർ പറഞ്ഞു, അച്ഛാ ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ ചേച്ചിക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം അതിങ്ങനെ വന്ന് കിടന്നിട്ട് കുറേ നാളായി, എഴുന്നേറ്റ് പോകുന്നില്ല. ഞങ്ങൾക്ക് തന്നെ ഇതെന്താ അസുഖം, ഇത് അസുഖമാണോ വേറെന്തെങ്കിലും. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ സ്ത്രീക്ക് വയറ്റിളക്കം തുടങ്ങുക. ഞാൻ കയറിയില്ല, പുറത്ത് നിൽക്കുക. അപ്പോഴേക്കും നഴ്സുമാർ ഓടി വന്നു, അച്ഛൻ പൊക്കോ വെച്ചാൽ. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കാം, കുഴപ്പമില്ലെന്ന്. ഞാൻ ഈ അടുത്ത കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് വൈകിട്ട് ആ സ്ത്രീ ആ വൈറസ് സംബന്ധമായ രോഗത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. ആ സ്ത്രീയെ അന്ന് തന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. ഹല്ലേലൂയ. ദുഃഖവെള്ളി, പെസഹ, ദുഃഖശനി, ഈസ്റ്റർ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമല്ല, അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഈ കൊച്ചിനെ വീണ്ടും പിന്നീട് ഈ കൊച്ചിന് അസുഖം വന്നു. ഈ കൊച്ചിനെ ബേബി മെമ്മോറിയൽ കോഴിക്കോട് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകേണ്ടതാണ്. ഞാൻ പറഞ്ഞു അതല്ല, ഇത് ഈശോ സുഖപ്പെടുത്തുന്ന രോഗമാണ്. ആ കൊച്ചിൻ്റെ രോഗം കർത്താവ് വെളിപ്പെടുത്തി തന്നു. ആ കൊച്ചിങ്ങനെ പല മറ്റേ ഈ ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന മറ്റ് ദേവന്മാരെ അർപ്പിച്ച വസ്തുക്കൾ സ്വീകരിക്കുമായിരുന്നു. ആ കൊച്ചിനെ അറിയില്ലായിരുന്നു. ആ രോഗം മാറി. ഒരു 8-10 മാസമായിട്ട് ആ കൊച്ചിന് ആ ശരീരത്തിൽ രോഗമില്ല. വലിയ ഓപ്പറേഷൻ, അതായത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും നമുക്കറിയാം. ബേബി മെയർ, എനിക്കൊന്ന് കുട്ടികളുടെ ആശുപത്രി അങ്ങനെ എന്തോ ഉണ്ട്. അല്ലേ ഇരിക്കാം എന്ന് പറയും. ഇത് പാപമാണോ? ആഭിചാര പ്രവൃത്തി ചെയ്ത വസ്തു കഴിക്കുന്ന പാപമാണോ? പാപമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 14-ാം വാക്യവും 2-ാമത്തെ അധ്യായം 20-ാം വാക്യവും ശക്തമായ ഭാഷയിലാണ് പറയുന്നത്, ആഭിചാര പ്രവൃത്തികൾ ചെയ്ത വസ്തുക്കൾ സ്വീകരിക്കരുത്. ഇല്ലേ നോക്കിയാൽ 2-ന്റെ എങ്കിലും നിനക്കെതിരായി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിന്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. 2 കാര്യമാണ്. ഒന്ന്, ആഭിചാര പ്രവൃത്തി ചെയ്ത വസ്തുക്കൾ സ്വീകരിക്കുക. 2, വ്യഭിചാരം. ഇത് രണ്ടും ഒരു ശരീരത്തിൽ ചെയ്യപ്പെടുന്ന ഭാവമാണ്. 1-ാം പ്രമാണം നമ്മുടെ ശരീരത്തിലാണ് ചെയ്യപ്പെടുന്നത്, ശരീരത്തിൻ്റെ പുറമേ അല്ല. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുക മറ്റ് സഭകളിൽ നിന്നും മറ്റ് മതങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈശോ മരിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ആദ്യ മാതാപിതാക്കൻ ആദവും ഹവ്വയും ചെയ്ത പാപത്തിന് പരിഹാരമായിട്ടാണ്, നമ്മുടെ മേലുണ്ടായിരുന്ന പിശാചിൻ്റെ ആധിപത്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈശോ കാൽവരി മലയിൽ നമുക്ക് വേണ്ടി, ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല അക്രൈസ്തവർക്കും വേണ്ടി ഈശോ കൊല്ലപ്പെട്ടത്. അല്ലേലിയാം. ഏക സത്യ ദൈവവിശ്വാസമാണ് ആര് നമ്മെ പഠിപ്പിച്ചത്? ഈശോ നമ്മെ. അതുകൊണ്ടാണ് മറ്റ് ദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ സ്വീകരിക്കുക. മറ്റ് മനുഷ്യർ പ്രശ്നമില്ല. പക്ഷേ പ്രാർത്ഥനാ രീതികൾ, ആരാധനാ രീതികൾ ദൈവത്തിന് എതിരാണ്. അല്ലേലിയാം. അത് 20 വായിച്ച് 20 അതേ തന്നെ പറയാണ്, എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചക എന്ന് അവകാശപ്പെടും. നീ പ്രസംഗിക്കുന്നവനാണ്, നീ പ്രഘോഷിക്കുന്നവനാണ്, നീ കുർബാന അർപ്പിക്കുന്നത്. പക്ഷേ നീ വിഗ്രഹങ്ങളുമായിട്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ നീ സ്വീകരിക്കുന്നു, മറ്റുള്ളവരെ സ്വീകരിക്കാൻ നീ പഠിപ്പിക്കുന്നു. തെറ്റാ. വചനം പറയുന്നതിന് വിരുദ്ധമായിട്ട് ആര് പറഞ്ഞാലും ഇത് ഉയർന്നവനെ താഴുന്ന പറയാൻ തെറ്റാണെന്ന് വ്യക്തമായിട്ട്. അതുകൊണ്ട് ഏക സത്യ ദൈവവിശ്വാസം ക്രൈസ്തവ സഭ നമ്മെ പഠിപ്പിക്കുന്നത്, ഈശോ നമ്മെ പഠിപ്പിച്ച് ഏക സത്യ ദൈവവിശ്വാസം. അതുകൊണ്ട് പുരോഹിതനിൽ ഞാൻ മറഞ്ഞിരിക്കുന്നുവെങ്കിലും നിൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെയാണ്. അവിടുത്തെ ആത്മാവിൻ്റെ ദുരിതം ദൈവത്തിൻ്റെ കരുണ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ തടസ്സങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ രോഗങ്ങൾ, കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ ആര് കണ്ടിരിക്കുന്നു? ദൈവം കണ്ടിരിക്കുന്നു. അല്ലേലിയാം. അതുപോലെ തന്നെ 1448 കുമ്പസാരത്തെക്കുറിച്ച് പറയാം. ഈ കുമ്പസാരമാണ് നമുക്ക് ഒരു താല്പര്യമില്ലാതെ നമ്മൾ ആഘോഷിക്കുന്നത്. അല്ലേലിയാം. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞ, മക്കളെ
ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ കുമ്പസാരിക്കണം. കുമ്പസാരിക്കുമ്പോൾ എന്തുണ്ട്? സാത്താൻ അകന്നു പോകും. അല്ലേലൂയ. സാത്താനെ നിങ്ങളെ തൊടാനായിട്ട് പറ്റില്ല. പ്രകാരം പറയാണ്, എൻ്റെ കരുണയെക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യുക. ആത്മാക്കളോട് അവരവിടെയാണ് ആശ്വാസം കണ്ടെത്തേണ്ടതെന്ന് പറയുക. അതെൻ്റെ കരുണ സിംഹാസനത്തിലാണ്. അത് കുമ്പസാരം എന്ന കൂദാശയാണ്. കാരണം എന്താ? കുമ്പസാരം എന്ന കൂദാശയിലൂടെയാണ് പാപമോചനം നമുക്ക് ലഭിച്ച് ഈശോയുടെ ശരീരം നമുക്ക് സ്വീകരിക്കാൻ യോഗ്യരാകുന്നത് എങ്ങനെ? ഞാനും നിങ്ങളും കുമ്പസാരിക്കുമ്പോഴാണ്. ഏത് വൈദികനായാലും അല്ല ഏത് സന്യാസിയായാലും ഏത് അൽമായനായാലും യോഗ്യത കിട്ടുന്ന ഏതിലൂടെയാ? ഏതെങ്കിലും അച്ഛന്മാർ കുമ്പസാരിക്കാതെ ഇങ്ങനെ നടക്കുന്നവരുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും കുമ്പസാരിച്ചേ പറ്റൂ. മാർപ്പാപ്പ പോലും ആഴ്ചയിൽ 1. അപ്പോൾ പറയാണ്, ആ കരുണ സിംഹാസനം എന്ന് പറയുന്നത് എൻ്റെ കുമ്പസാരം എന്ന കൂദാശയാണ്. അവിടെയാണ് വളരെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ കുട്ടികൾ എന്താന്ന് കുർബാന കുമ്പസാരിക്കാതെ അവിടെ അത്ഭുതം നടപ്പുണ്ട്. അത്ഭുതം അവർക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. അല്ലേലൂയ. മനസ്സിലാകാൻ പറ്റുന്നില്ല. വീണ്ടും പറയാണ്, ഈ അത്ഭുതം സ്വന്തമാക്കുന്നതിന് വലിയ തീർത്ഥാടനങ്ങൾ നടത്തുകയോ ഭാഗ്യമായ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കുമ്പസാരിക്കാൻ പോകാൻ തീർത്ഥാടനം ഇപ്പോൾ മലയാറ്റൂർക്കോ അല്ലെങ്കിൽ കുരിശുമലയിലേക്കോ പോകേണ്ട ആവശ്യമുണ്ടാകും. ഒന്ന് കുമ്പസാരിക്കാൻ പോകാൻ നമ്മുടെ പള്ളിയിൽ പോയാൽ നമുക്ക് കുമ്പസാരിക്കാം. ഏറ്റവും അത്ഭുതം നടക്കുന്ന ഒരു സമയമാണ്. അല്ലേലൂയ. അല്ലേ ഞങ്ങൾ ഈ ഡെലിവറൻസ് നടത്തുന്നവർ ചെയ്യുന്ന കാര്യമാണ്. ഡെലിവറൻസിന് മുമ്പും പിൻപും കുമ്പസാരിക്കുക. അല്ലേലൂയ. അല്ലെങ്കിൽ ചില പാപങ്ങൾ, മാരകമായ പാപങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളെ കുമ്പസാരിപ്പിക്കുന്ന അച്ഛന്മാർ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുക. നമ്മുടെയൊക്കെ സംസാരമുണ്ട്, ഒന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരുമോ? 10 ലക്ഷം രൂപ നമ്മൾ വായ്പ എടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. കുമ്പസാരിച്ചാൽ തീരുമോ? തിരിച്ചു കൊടുത്താലും പോരാ, അതിന് പരിഹാരം കൂടി ചെയ്യണം. അവനത്ര നാള് ആ പൈസ കിട്ടാത്തതുകൊണ്ട് അവൻ്റെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? പരിഹാരം ചെയ്ത് 1 മാറും പ്രമാണം, 1-ാം പ്രമാണം 6-ാം പ്രമാണമാണ്. കർത്താവ് പറഞ്ഞു, ആ 2 പ്രമാണങ്ങളും ശരീരത്തിലാണ് ചെയ്യപ്പെടുന്നത്. ബാക്കിയെല്ലാം ശരീരത്തിന് പുറമെയാണ്. അപ്പോൾ 1-ാം പ്രമാണം, ഏതെങ്കിലും ദേവനർപ്പിച്ച ബലിവസ്തുക്കൾ സ്വീകരിച്ചാലും. നമുക്കറിയാം, ATM ഒരു 8-10 വർഷം മുമ്പ് ഈ തൃശ്ശൂർ ഭാഗത്തുള്ളൊരു ATM കുത്താനായിട്ട് ഒരു പയ്യൻ പോയി. വടക്കഞ്ചേരി ഭാഗത്തുനിന്നാണ്. കല്യാണം കഴിഞ്ഞിട്ട് 4-5 ദിവസമേ ഉള്ളൂ. അവൻ പോയതല്ല, അവൻ്റെ കൂട്ടുകാരുടെ വണ്ടി കയറിപ്പോയതാ. നമുക്കറിയാം ATMൽ എന്തുണ്ട്? CCTV ഉണ്ട്. CCTV അവിടെ മാത്രമല്ല, റോട്ടിലെല്ലാ കടകളിലും ഉണ്ട്. ഇവരെ പോലീസുകാർ പോയിട്ട് അന്വേഷിച്ചു. CCTVയുടെ എല്ലാ ചിത്രങ്ങളും എടുത്തു. ഇവൻ്റെ കൂട്ടുകാരെല്ലാം 4 ആളെയും പിടിച്ചു. ഇവൻ്റെ കല്യാണം കഴിഞ്ഞ് 4-ാമത്തെ 5-ാമത്തെ ദിവസമാണ്. ഇവൻ്റെ വീട്ടിൽ രാത്രി 10 മണിക്ക് ചെന്ന് ഹോളിംഗ് ബെല്ലിൽ അടിച്ചു, എഴുന്നേപ്പിച്ച് ഈ CCTVയുടെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു എന്നറിയുമോ? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പെണ്ണ് വന്നിട്ട് 4-5-ാമത്തെ ദിവസമായിട്ടുള്ളൂ. കളവിന് പോകുന്ന വണ്ടിയിൽ കയറുന്നതും കളവ് ഒതുക്കുന്നതും കുറ്റകരമാണ്. അല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ്, അപ്പോൾ കുമ്പസാരം എന്ന് വീണ്ടും പറയാണ്, എൻ്റെ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തത് എന്നോട് ഐക്യപ്പെടുന്നില്ല. ഞാൻ പറയാണ്, ഞാൻ അവരെ ആർദ്രതയോടെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നു, എന്നാൽ അവരെന്നെ അവിശ്വസിക്കുന്നു. എൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ വർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അവരത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കുർബാന സ്വീകരിക്കും. നമ്മുടെ ചില പള്ളികളിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, കുമ്പസാര സ്വീകരണത്തിൻ്റെ നേരം വരുമ്പോൾ ചേട്ടന്മാർ എന്ത് ചെയ്യും? മുണ്ട് മാടി കുത്തിയിട്ട് ഒറ്റ പോക്കൂ. പാലക്കാട് നമുക്ക് അത്രയും കാണാൻ പറ്റില്ല. അല്ലേലൂയ. പാലക്കാട് വിശ്വാസമല്ല. എന്താ പറയുക, അത്രയും നേരം എല്ലാവരും ഇരിക്കും. വരുന്നത് എപ്പോഴായിരിക്കും? സുവിശേഷ വായനയും കഴിഞ്ഞ് വചനപ്രഘോഷണം കഴിയുമ്പോഴായിരിക്കും. പിന്നെ എത്രയുണ്ട്? നമ്മൾ മാർക്കറ്റിൽ മീനിൻ്റെ നടുക്കഷ്ണം മേടിക്കാൻ പോകുന്നില്ലേ? കുർബാന സ്വീകരണം വേണ്ട, സുവിശേഷ വായനയും വേണ്ട. രണ്ടും ഏതാണ്? കുർബാനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുവിശേഷ വായനയും അപ്പം മുറിക്കലും. വീണ്ടും പറയാണ്, 1485 പറയാണ്, എൻ്റെ സ്രോതസ്സിൽ നിന്നും സമൃദ്ധമായി നീ പാനം ചെയ്യുക. ഈശോ പറയുന്ന പ്രകാരമാണ്, നീ എത്രമാത്രം പാപം ചെയ്താലും, നിൻ്റെ കുടുംബം എത്രമാത്രം പാപം ചെയ്താലും എൻ്റെ ജീവസ്രോതസ്സിൽ നിന്നും സമൃദ്ധമായി പാനം ചെയ്യുക. അങ്ങനെ നിൻ്റെ ജീവിത യാത്രയിൽ നീ തളരാതിരിക്കട്ടെ.
ഈശോ മറ്റൊരുത്തൽ പറയാ, ഞാനൊരിക്കലും നശിപ്പിക്കില്ല, ഞാൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരെയും രക്ഷിക്കാനാണ് കടന്നു വന്നത്. പക്ഷേ അവസാനത്തെ ഒരു വിധിയുണ്ട്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, മറ്റൊരു ഖണ്ഡികയിൽ പറയണ, ഞാൻ നിങ്ങളെ ഇപ്പോൾ കർത്താവിൻ്റെ ജീവജലത്തിൻ്റെ സ്രോതസ്സിലേക്കാണ് നയിക്കുന്നത്. നിങ്ങൾ അതിലേക്ക് വന്നില്ലെങ്കിൽ അവസാനം ഞാൻ വരുന്നത് വിധിയാളനായിട്ടാണ്. 1400 നല്ലൊരു പുസ്തകമാണ്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇത് വാങ്ങി വായിക്കുന്നതും പിള്ളേർക്ക് കൊടുക്കുന്നതുമില്ല. അല്ലെങ്കിൽ ഞാൻ പിള്ളേർക്ക് എങ്ങനെയായാലും നമ്മളൊരു 10,000 20,000 30,000 മൊബൈൽ, ഒരു ചേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞത് 1,60,000 രൂപയുടെ മൊബൈല് ഒരു പയ്യൻ ഒരു കടയിൽ ചെന്നിട്ട് ഒരു സ്റ്റുഡിയോയിൽ അവിടെ ജോലി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ചു. 1,60,000. 4-5 മാസം കഴിഞ്ഞപ്പോൾ അവൻ അവിടെ വഴക്ക് കൂടി കഴിഞ്ഞപ്പോൾ അപ്പനെ അവർ വിളിച്ചു, ബാലൻസ് പൈസ നിങ്ങൾ കെട്ടിയാൽ മകനെ ഇവിടുന്ന് വിടും. നിങ്ങൾ 1,60,000 ഒന്നും കൊടുക്കണ്ട, 500 രൂപ കൊടുത്താൽ ഈ പുസ്തകം കിട്ടും. 500 രൂപ കൊടുത്താൽ ഈ പുസ്തകം കിട്ടും. അല്ലേലിയാ. അതുകൊണ്ട് 1485 ഖണ്ഡികയിൽ ഇപ്രകാരം പറയാണ്, എൻ്റെ കുഞ്ഞെ, ഇതാ നിനക്കായി കരുണയുടെ സിംഹാസനം തിരുസക്രാരി. ഏതാണ് കരുണയുടെ സിംഹാസനം എന്ന് പറയുന്നത്? തിരുസക്രാരിയാണ്. പ്രകാരമാണ്, ലോകത്തിൽ ഞാൻ ഒരുക്കിയിരിക്കുന്നു. ഈ സിംഹാസനത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പരിവാരങ്ങളാലും കാവൽക്കാരാലും ഞാൻ ചുറ്റപ്പെട്ടിട്ടില്ല. ഏത് സമയത്തും ഏത് നിമിഷത്തിലും നിനക്ക് എൻ്റെ അടുക്കൽ വരുവാൻ കഴിയും. നിന്നോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്കായി കൃപാവരങ്ങൾ നൽകുവാൻ ഞാൻ അതിയായി അഭിലഷിക്കുന്നു. വീണ്ടും പറയാം, ഈശോ അവളോട് പറയാം, എൻ്റെ കരുണ നിൻ്റെയും ലോകം മുഴുവൻ്റെ പാപത്തേക്കാളും വളരെ ഉന്നതമാണ്. എൻ്റെ നന്മയുടെ അതിര് കണക്കാക്കുവാൻ ആർക്ക് കഴിയും? നിനക്ക് വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നിനക്ക് വേണ്ടിയാണ് എന്നെ കുരിശ് തറയ്ക്കുവാൻ ഞാൻ അനുവദിച്ചത്. നിനക്ക് വേണ്ടിയാണ് എൻ്റെ തിരുഹൃദയം കുന്നത്താൽ കുത്തപ്പെടുവാൻ ഞാൻ സമ്മതിച്ചത്. അങ്ങനെ നിനക്ക് വേണ്ടിയാണ് ഒരു കരുണാ സ്രോതസ് തുറന്നു തരുവാൻ. അതിനാൽ വിശ്വസ്തയോടെ വന്ന് ഈ ഉറവയിൽ നിന്നും കൃപാവരങ്ങൾ സ്വീകരിക്കുക. അനുദപിക്കുന്ന ഒരു ഹൃദയത്തെ ഞാൻ ഒരിക്കലും നിരസിക്കുകയില്ല. നിൻ്റെ ദുരവസ്ഥകളെല്ലാം എൻ്റെ കരുണയുടെ ആഴങ്ങളിൽ അപ്രത്യക്ഷമാവും. നമ്മുടെ തടസ്സങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, കുടുംബ ബന്ധത്തിലെ തകർച്ചകൾ, അന്ധകാര ശക്തികൾ നമ്മൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുന്ന എപ്രകാരം എന്നാൽ കരുണയുടെ സ്രോതസ്സിൽ നിന്നാണ്. ഹല്ലേലൂയ. കരുണയുടെ സ്രോതസ്. അതുകൊണ്ട് ഈ നാട്ടിലെ പള്ളികളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം ബോർഡ്? അച്ഛന്മാരുടെ സാധാരണ അച്ഛന്മാർ മുകളിലായിരിക്കും ഇരിക്കുന്നത്. ആ ഗോണിയുടെ പടിയും ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അതിനെ വായിച്ചിട്ടുണ്ട്. ആദ്യം ദൈവം, രണ്ടാമത് അച്ഛൻ വികാരി. അങ്ങനെ കണ്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ അടുത്തൊരു തീർത്ഥാടനം പോകുന്ന അങ്ങനെയുള്ള പള്ളിയിലേക്ക് പോവുക. അച്ഛൻ്റെ ആ സ്റ്റെപ്പ് കയറുന്നോടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആദ്യം പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കുക, രണ്ടാമത് അച്ഛനെ നീ സന്ദർശിക്കുക. ആദ്യം അന്വേഷിക്കേണ്ടത് അച്ഛനല്ല, ദൈവത്തെയാണ്. അല്ലെങ്കിൽ ഒരു സക്രാരിയിൽ ദൈവം നമ്മെ കാത്തിരിക്കാൻ വേണ്ടി, നമ്മളെ കരുണയുടെ സ്രോതസ്സിൽ മുക്കി വിശദീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. കഴിഞ്ഞ ആദ്യമുള്ള ഈ ദുഃഖവെള്ളിയാഴ്ച ഒരു പയ്യൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അവൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അവനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമാണ്. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ നീ തിരുക്കർമ്മങ്ങൾ പങ്കെടും. അവൻ പുലർച്ചയ്ക്ക് ഇവിടുത്തെ ഒരു പള്ളിയിൽ പോയി. അവൻ വരുന്നൊരു 300-350 കിലോമീറ്റർ അകലേന്നാണ് വരുന്നത്. അവിടെ പോയി പങ്കെടുത്തു. അതിനുശേഷം 10 മണിയായപ്പോൾ ഞാൻ ഈ ആലയം തുറന്നു കൊടുത്തു. അവൻ ഒരു 10-12 ആളോടത്തോളം ഇവിടെ ഉണ്ടായി. അക്രൈസ്തവരും ഉണ്ടായി. അവൻ 5 മണി പറഞ്ഞു, 5 മണി കഴിഞ്ഞു, 6 മണി പറഞ്ഞു, 6:45, 7 മണിക്കാണ് പോകുന്നത്. അവൻ പറഞ്ഞത് ഇപ്രകാരമാണ്, അച്ഛാ ഞാൻ പരിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി സംഭരിച്ചു. മാത്രമല്ല ഈ ദുഃഖവെള്ളിയാഴ്ച വലിയൊരു ശക്തി എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വന്നു. നമ്മുടെ ഇടവകയിൽ അച്ഛന്മാർ ബുദ്ധിമുട്ടിടുന്നൊരു സംഭവം എന്താണെന്നറിയാമോ? ദുഃഖവെള്ളിയാഴ്ച എന്താ ചെയ്യുന്നത്? 1 മണിക്കൂർ ആരാധന. അത് പറയാണ്, വന്നോട്ടോ എല്ലാവരും വന്നോട്ടോ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, അങ്ങനെയല്ലേ പറയുന്നത്. അച്ഛൻ അവസാനം വന്ന് 1 മണിക്കൂർ എണ്ണ കൊടുക്കും അല്ലേ? ഉണ്ടോ? നിർബന്ധത്തിൻ്റെ പേരിൽ പോയി ചെയ്യുന്നൊരു കാര്യമാണ് പെസഹയ്ക്കുള്ള ആരാധന. അല്ലേ? പെസഹയ്ക്കുള്ള ആരാധന. ഈശോ
കരുണയുടെ സ്രോതസ് സക്രാരിയിൽ തുറന്നു വെച്ചിരിക്കുക. സക്രാരിയിൽ ഇരിക്കാൻ വേണ്ടിയല്ല തുറന്നു വെച്ചിരിക്കുക, അത് വസിക്കുന്നത്. അത് എങ്ങോട്ടുള്ളതാ? എൻ്റെ ശരീരത്തിലേക്കുള്ളതാണ്. കണ്ണുകളടയ്ക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പ്രശ്നത്തിൻ്റെ കാരണം അങ്ങ് നീ വെളിപ്പെടുത്തന്നെ. അങ്ങയുടെ അടുത്തിരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് കുർബാന ചെല്ലിയതിന് ശേഷം, കുർബാന അർപ്പിച്ചതിന് ശേഷം അവൻ ആ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് കരുണയുടെ സ്രോതസ്സിൽ നിന്ന് തിരുരക്തം ഒഴുകും, തിരുജലം ഒഴുകും, തിരുശരീരം അവനെ സുഖപ്പെടുത്തും. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളെടുത്ത്, കർത്താവേ, എൻ്റെ കുടുംബത്തിൽ പലവിധ മേഖലകളാണ്, പലവിധ അസുഖങ്ങളാണ്, പലവിധ തകർച്ചകളാണ്. ഈ തകർച്ചയുടെ മേൽ അങ്ങ് ഇടപെടണമേ കർത്താവേ. അങ്ങയുടെ അടുത്ത് ഇരിക്കാൻ, അങ്ങയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ, അങ്ങയുടെ ഒരു ആലോചന ചോദിക്കാൻ, അങ്ങയുടെ വചനം പങ്കുവെക്കാൻ, അങ്ങയുടെ വചനം പഠിക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. പൈസ ധാരാളം പണമുണ്ടായ കർത്താവേ, ധാരാളം ആരോഗ്യം എനിക്ക് തന്നു, സമ്പത്ത് തന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ മറന്നു കർത്താവേ. നിന്റെ കരുണയുടെ സ്രോതസ് ഞാൻ വിട്ടുപോയി കർത്താവേ. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് മനസ്സ് തുറന്നൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. ആ കരുണയുടെ സ്രോതസ്സിൽ നിന്നും എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് ഒഴുകണമേ കർത്താവേ. ആ കരുണയുടെ സ്രോതസ് തിരുരക്ത കടലിൽ എൻ്റെ കുടുംബത്തെ മുക്കണമേ കർത്താവേ. തിരുരക്ത കടലിൽ എൻ്റെ ജീവിത പങ്കാളിയെ മുക്കണമേ കർത്താവേ. തിരുരക്ത കടലിൽ എൻ്റെ കുടുംബത്തിലെ ദമ്പതിമാരെ മുക്കണമേ കർത്താവേ. തിരുരക്ത കടലിൽ എൻ്റെ കുടുംബത്തിലെ യുവതിവാക്കളെ മുക്കണമേ കർത്താവേ. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് എഴുതി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങളെടുത്ത് മനസ്സ് തുറന്ന് ഒന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഈ ലോകത്തിലുള്ള ശക്തികളെക്കാളും വലിയ ശക്തി നിന്റെ ഹൃദയത്തിലുണ്ട്. നിന്നുള്ളവൻ ലോകത്തിലുള്ള ശക്തികളെക്കാളും വലിയാണ്. വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെയാണ് നീ സ്വീകരിച്ചിരിക്കുന്നത്. ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. സ്തുതിക്കാൻ പറ്റാത്തവര്, സൗണ്ട് ഇല്ലാത്തവർ നന്നായിട്ട് സ്തുതിക്കട്ടെ. കൈകൾ ഉയർത്താൻ ബുദ്ധിമുട്ടുള്ളവർ കൈകളെ ഉയർത്തി ആരാധിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. നീ രോഗിയാണ്, നീ സ്തുതിക്കുന്ന സമയത്ത് കൈ ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ കൈ ഉയർത്തുമ്പോൾ നിന്റെ കൈയുടെ രോഗമേഖല കർത്താവ് എടുത്ത് വരും. നിന്റെ കാലുകളിൽ സ്വാധീനമില്ലെങ്കിൽ നീ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ നിന്റെ കാലുകൾക്ക് കർത്താവ് ബലം തരും. നീ സ്വരമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ സ്വരമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്വരത്തിന്റെ മേലുള്ള തടസ്സം കർത്താവ് എടുത്ത് മാറ്റും. നിന്റെ നട്ടലിന്റെ മേലുള്ള രോഗം കർത്താവ് എടുത്ത് മാറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമെടുത്ത് സ്തുതിക്കട്ടെ, സ്വരമെടുത്ത് സ്തുതിക്കട്ടെ, കണ്ണുകളെടുത്ത് സ്തുതിക്കട്ടെ. തൊട്ടടുത്ത് നിൽക്കുന്ന ആരാണെന്ന് ചിന്തിക്കാതെ, തൊട്ടടുത്ത് നിൽക്കുന്ന ആരാണെന്ന്, ഞാനും എന്റെ ദൈവവും ഞാനും എന്റെ രക്ഷകനും മാത്രം. കണ്ണുനീ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ.